സോ ഹലോ ഗെയ്സ്, അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ തവള കയറിയിട്ടുണ്ട്. അതിനെ എന്തായാലും നമുക്കൊന്ന് ക്ലീൻ ആക്കണം. അങ്ങനെ ക്ലീനാക്കി ഇപ്പോൾ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്ലീനാക്കാൻ അത്യാവശ്യം കുറച്ച് സമയം എടുക്കും, 15 മിനിറ്റ് എടുക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ ചുമ്മാ പറമ്പൊക്കെ നടന്ന് കണ്ട്, ഇന്ന് മഴയൊക്കെ പെയ്താറ് നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ ക്രാഫിഷിൻ്റെ ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്തു, നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇതുങ്ങൾ ഇതുവരെ ബ്രീഡായിട്ടില്ല. നമുക്കത് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള മീനുകളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു, ആർട്ടീമിയെ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. പശുവോട് വന്ന് വൈക്കോല് കഴിക്കുന്നു, അങ്ങനെ ഓരോ പരിപാടി. പിന്നെ നമ്മുടെ കിളികൾ ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. പക്ഷേ നിങ്ങൾ മറ്റേ കിളിയിലാണ് വച്ച് വെക്കുന്നില്ല. എനിക്കൊന്ന് 2 എണ്ണം മാത്രം ഉള്ളതുകൊണ്ടായിരിക്കണം. 2 എണ്ണം കൂടെ മേടിക്കണം. പ്ലാനുണ്ട്, കാശില്ല, അതാണ് നമ്മുടെ കഷ്ടപ്പാട്, അറിയാമല്ലോ. പിന്നെ ഇപ്പോൾ വെള്ളം അത്യാവശ്യം വരിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഒരു പകുതിയോളം കുറഞ്ഞു. എന്നിട്ട് ഓടും കഷ്ണം ഇരിക്കുന്നുണ്ട്, അതിന് ഇടയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലാതെ വെളിയിൽ കാണുന്നില്ല. ഇന്ന് രാവിലെയാണോ എപ്പോഴും ഞാൻ കണ്ടായിരുന്നു. പുറത്തോട്ട് ചാടി പോയോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വേറെ താരം വെള്ളം അങ്ങോട്ട് ആടുന്നതാണ് നന്നായിട്ട്. ഈ പറഞ്ഞ കേട്ടോ, അടി കണ്ട് നമ്മൾ വീഡിയോ ടെട്ടർ, നമ്മുടെ ആദ്യത്തെ വീഡിയോ ടെട്ടറാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് ഒരൊറ്റ പീസാണ് കിടക്കുന്നത്. അതിനെ മാത്രം ആർക്കും കൊല്ലണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള എല്ലാം മേടിച്ച് ചത്തുപോയി. 10 12 ഞാൻ മേടിച്ചത്, ചത്തുപോയതല്ല. പിന്നെ ഏതാണ് സീബ്ര അത്യാവശ്യം ബ്രീഡിങ്ങിനായിട്ടുണ്ട്, വേറെ ബൾജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ വല കിടക്കുന്ന കാരണം നമുക്ക് ഭയങ്കര കഷ്ടപ്പാടായിപ്പോയി കേട്ടോ. കാരണം അതിൻ്റെ പൊക്കത്തോടെ ഞാൻ ഇലയിട്ട് സെറ്റപ്പ് ആക്കി വരുമ്പോൾ ഈ തവള കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. എന്നാൽ ചൂട് സമയത്ത് വെച്ച് കൊടുത്തു കേട്ടോ ഓട്. നിങ്ങൾ ആരും കുളത്തിൽ ഇല്ലെങ്കിൽ വെച്ച് കൊടുത്തു. വെള്ളിയിരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സ് ആണെങ്കിലും എന്തിനാണെങ്കിലും ഒരു ഓടും കഷ്ണം വെച്ച് തണുപ്പിന് നല്ല കേട്ടോ. അല്ലെങ്കിൽ മീനെല്ലാം ഡെഡായി പോകുന്ന വഴി അറിയത്തില്ല. എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറയുക. ഓക്കെ, കോരി നോക്കി, ഇല്ല. നെക്സ്റ്റ്, വല പിടിക്കുന്ന കാരണം നമുക്ക് ലാഗാകെ. വല നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ ഫോണും കാരണം നമ്മൾ ഒറ്റ കയ്യിലില്ല, നമുക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. ഇല്ല തവള നഹി എന്ന് പറഞ്ഞാൽ നഹി ഹേ. എന്നാലും നമ്മൾ തപ്പണമല്ലോ, നമ്മൾ കൈയൊക്കെ ഇട്ട് നോക്കുക. ഈ തവള സത്യം പറഞ്ഞാൽ എനിക്ക് പിടിക്കാൻ പേടി എന്നാന്നറിയത്തില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. പച്ചത്തവളയാണ് കേസ് എല്ലാം കയറുന്നത്. ഞാൻ പറയാൻ പറഞ്ഞു, ഇവിടെ കയറുന്ന എല്ലാ സാധനവും പച്ചത്തവളയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പച്ചത്തവള അത്ര ഡിമാൻഡാണ്, പിടിച്ച കേസുമാണ്. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞ പച്ചത്തവളയാന്ന്, എനിക്കറിയത്തില്ലായിരുന്നു പച്ചത്തവളയാണ്. നമ്മൾ പറയുമ്പോൾ നമ്മളറിയണത്. എന്തായാലും ആ മിഷൻ ഫെയിൽഡായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വെള്ളം നിറയ്ക്കണം. ആ കോംബോ പരിപാടി നമുക്ക് ചെയ്യാം. വെള്ളം ചെറുതായിട്ട് വീഴുന്നുള്ളല്ലോ. ഇത് മൂത്രമൊക്കെ ഒഴിക്കാനല്ലേ വെള്ളം പോകും. സമയമില്ലാത്ത സമയത്താണ് വെളുപ്പിന് തുടങ്ങിയ പരിപാടിയാണ്. നമ്മൾ കറന്നൊക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടികളതിന് ശേഷം ഒരു 9 മണി ഒക്കെ ആയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉടക്കി കിടക്കുക, അവിടെയൊക്കെ ശരിയാക്കി ഇനി നോക്കാം. ഓക്കെ, സെറ്റായി. നമ്മുടെ സൂര്യകാന്ത് കണ്ടോ, വളഞ്ഞു പോയി. അതെന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ചെടിച്ചട്ടിൽ ഒഴിക്കുന്നതാണോന്ന് അറിയത്തില്ല. വളഞ്ഞു പോയി. പൂവുണ്ടായാൽ മതിയായിരുന്നു. പിന്നെ നിങ്ങളോട് നമുക്ക് വേറൊരു കാര്യം പറയേണ്ടത്, സർപ്രൈസാണ്. അത് അവസാനം വീഡിയോ ഇടാൻ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. നോട്ടീസ് ചെയ്താൽ മതി. കാരണം നമുക്ക് ഏറ്റവും മീൻ വളർത്തുന്ന എല്ലാവർക്കും ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു അനുഭവം തന്നെയാണത്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇലയൊക്കെ നേരെ വെച്ച് കൊടുത്ത് പരിപാടിയൊക്കെ സെറ്റപ്പ് ഇടണം. ഫുൾ റീസ്റ്റാർട്ടാണെങ്കിൽ വെള്ളം കലങ്ങുന്നതിൻ്റെ കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ പിന്നെ വെള്ളം നിറയ്ക്കാൻ പറ്റും. ഇപ്പോൾ വെള്ളം മാറാൻ പറ്റിയ സമയം കേട്ടോ നമുക്കൊക്കെ. കാരണം വെയിലില്ല, വെയിലത്ത് വെള്ളം മാറി ടാങ്ക് പഴുത്ത് കിടക്കുമായിരിക്കും. ആ ടൈമിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഈ പായൽ വേണമെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഈ പായലിൻ്റെ ഗുണം എനിക്ക് മനസ്സിലായി നിന്നാണ്. കാരണം ഇത് കിടന്ന സമയത്ത് വെള്ളം നല്ല തെളിനീര് പോലത്തെ വെള്ളമായിരുന്നു. ഞാൻ ഇതെല്ലാം പെറുക്കി മാറ്റി ഇതിനകത്താൻ പറ്റും. നമ്മുടെ ഗപ്പി ഗ്രാസ് എന്നിട്ടോ അത് അടിയിലോട്ട് പിടിച്ചത് പൂക്കളെ അതിൽ നിന്ന് അടിയിൽ നിന്ന് ചേറ് ഇളകി പണ്ടാരടങ്ങാനായിട്ട് അയ്യോ ഒന്ന് ദേഷ്യത്തെ കൈ കണക്കില്ലായിരുന്നു.
ഒന്നുകൂടെ സെറ്റ് ചെയ്യണം കേസ്. ഇനി അതിനകത്ത് അത് മാത്രമേ ഇടുന്നുള്ളൂ. വെള്ളം വരെ ക്ലിയറായിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് നമ്മുടെ ബിഗ് ഗിയറിൻ്റെ മെയിൽ ഫീമെയിൽ ഡെഡ് ആയിപ്പോയിരുന്നു. ഇത് നമുക്ക് ആദ്യത്തെ ആ ബ്രീഡിങ്ങിൽ ഉണ്ടായതാണ്. നമുക്ക് ആദ്യം 3 എണ്ണം ഉണ്ടായല്ലേ ബ്രീഡിങ്ങിൽ. ആ 3 എണ്ണത്തിൽ മെയിലാട്ടോ. നമ്മൾ RTM ഇതിനും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നല്ല റിസൾട്ട് അറിയാനുണ്ട്. നല്ല കളറും ഗ്രോത്തും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു ഫീമെയിലും നമുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മൊത്തം 3 കുഞ്ഞുങ്ങൾ, ഈ 2 എണ്ണം ലൈവ് ആയിട്ടുള്ളൂ. അപ്പം ബാക്കി ഡെഡായിപ്പോയി. ഒരെണ്ണം ഡെഡായിപ്പോയി. അതിലൊരെണ്ണം മെയിൽ ഒരെണ്ണം ഫീമെയിലാണ് കേസ്. അത് നല്ല തീരുമാനമാണ്. പിന്നെ നമ്മുടെ മറ്റേ ബ്ലൂ ഫോക്സിറ്റിൽ അങ്ങനെ എന്താ അതിൻ്റെ പേരെന്ന് തോന്നി, അതിൻ്റെയും കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് വെള്ളം ഭയങ്കര ഭംഗിയാണ്. കാരണം ഇത് അടിയിൽ ചേറില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇത് മറ്റേ ഒറ്റക്കണ്ണനാണ് കേട്ടോ. ഇത് രക്ഷപ്പെട്ട്. ഞാൻ ഇത് ഡെഡാവുന്ന ഓർത്തു. പക്ഷേ ഇത് രക്ഷപ്പെട്ട്. ഒറ്റക്കണ്ണാണെങ്കിൽ നമുക്ക് എല്ലാം പിന്നെ ഒരുപോലെയാണ്. അതുമാത്രമല്ല സാധാരണ ഈ നമ്മുടെ സോട്ടെയിലിൻ്റെ, അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. സോട്ടെയിലിന് കുഞ്ഞുങ്ങൾക്കെല്ലാം ഇറങ്ങിക്കഴിയുമ്പം ഓറഞ്ച് കളറായിരിക്കും. മെയിലിനാണെങ്കിൽ ഓറഞ്ചിൽ കറുത്ത വര കാണും. പക്ഷേ എനിക്കുണ്ടായിരിക്കുന്നതിൽ പകുതിയും